നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറിയും ചേരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ളവർ ഉടൻ ചികിത്സ തേടണമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ 5 പേർക്ക് വെസ്റ്റ് നൈൽ പനി ബാധിച്ചതായി കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. 4 പേർ രോഗമുക്തരായി, ഒരാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ജനറലി ഇത് വെക്ടർ ബോൺ ഡിസീസ് ആണ്. മൊസ്കിറ്റോ പോലെ സെയിം ആസ് ഡെങ്കു സ്പ്രെഡ്സ്. സിമിലർലി വെസ്റ്റ് നൈലിൻ്റെ സ്പ്രെഡ് ആണ്. 5 പേരിൽ ഒരു 4 പേർ ഓൾറെഡി വീട്ടിൽ തിരിച്ചു പോയി, ഒന്നും പ്രശ്നമില്ല. പിന്നെ ഒരു ആൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ്. ജനറലി ഇത് വെക്ടർ ബോൺ ഡിസീസ് ആണ്. മൊസ്കിറ്റോ പോലെ സെയിം ആസ് ഡെങ്കു സ്പ്രെഡ്സ്. സിമിലർലി വെസ്റ്റ് നൈലിൻ്റെ സ്പ്രെഡ് ആണ്. 5 പേരിൽ ഒരു 4 പേർ ഓൾറെഡി വീട്ടിൽ തിരിച്ചു പോയി, ഒന്നും പ്രശ്നമില്ല. പിന്നെ ഒരു ആൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്? പ്രവിത, വെസ്റ്റ് നൈൽ പനിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 3 ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ ആളുകൾ പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം മഴക്കാലം അടുക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് കൊതുക് നശീകരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 5 പേർക്കാണ് വെസ്റ്റ് നൈൽ പനി കോഴിക്കോട് ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 4 പേർ രോഗമുക്തരായിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത്. അതിനോടകം തന്നെ ഇവർ രോഗമുക്തരായി വീട്ടിലെത്തിയിരുന്നു. നിലവിൽ 4 പേർ വീട്ടിൽ നിരീക്ഷണത്തിലാണ്, അവർ രോഗമുക്തരാണ്. ബാക്കിയുള്ള ഒരാളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇദ്ദേഹം വെന്റിലേറ്ററിലാണ് ഉള്ളത്. ഉടൻ തന്നെ രോഗമുക്തരാകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. അതോടൊപ്പം തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ രോഗലക്ഷണങ്ങളുള്ള ഒരാൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇയാളുടെ സ്രവ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. പൂനെയിൽ നിന്നും സ്രവം പരിശോധിച്ച ശേഷം ഇതിന്റെ റിസൾട്ട് ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നിലവിലെ കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം. അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹെപ്പറ്റൈറ്റിസ് എ ഉൾപ്പെടെയുള്ള മറ്റു ചില രോഗങ്ങൾ കൂടി ജില്ലയിൽ പടർന്നു പിടിക്കുന്നുണ്ട്. അതിലും കൃത്യമായ ജാഗ്രത ജനങ്ങൾ പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. പ്രവിത, ശരി. വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടം വെട്ട് റോഡിൽ ടിപ്പർ ലോറി ശരീരത്തിലൂടെ കയറിയിറങ്ങി യുവതിക്ക് ദാരുണാന്ത്യം. ടിപ്പർ ഡ്രൈവർ നഗരൂർ സ്വദേശി ജോയിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. MG പ്രതീഷ് ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എപ്പോഴായിരുന്നു അപകടം? ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? പ്രവിത, ഇന്ന് വൈകിട്ട് 3:30 മണിയോടെയാണ് അപകടമുണ്ടായത്. കഴക്കൂട്ടം വെട്ടറോഡ് ഭാഗത്താണ് വാഹനാപകടം നടന്നത്. ഈ പെരുമാറുദ്ര സ്വദേശി റുക്സാന, 35 വയസ്സാണ് റുക്സാനയ്ക്ക് പ്രായം. ഈ റുക്സാനയാണ് അപകടത്തിൽ മരിച്ചത്. കഴക്കൂട്ടം ഭാഗത്തു നിന്നും കണിയാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു റുക്സാന. ബന്ധുവിനോടൊപ്പം സ്കൂട്ടറിലാണ് യുവതി ഉണ്ടായിരുന്നത്. ഓവർടേക്ക് ചെയ്ത് വന്ന ടിപ്പർ ഇടത്തേക്ക് ഒതുക്കിയപ്പോൾ ഈ ലോറി ബൈക്കിൽ തട്ടുകയായിരുന്നു. അങ്ങനെയാണ് ടിപ്പറിനടിയിലേക്ക് റുക്സാന വീണത്. റുക്സാനയുടെ ശരീരത്തിലൂടെ ടിപ്പർ കയറി ഇറങ്ങി. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. ഈ സ്കൂട്ടർ ഓടിച്ച ഒപ്പമുണ്ടായിരുന്നയാൾക്ക് വലിയ പരിക്കുകളില്ല. ലോറി ഓടിച്ചിരുന്ന നഗരൂർ സ്വദേശി ജോയിയെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവിത, ശരി. തിരുവനന്തപുരത്ത് നിന്നാണ് അപകട വാർത്ത വരുന്നത്. കഴക്കൂട്ടം വെട്ട് റോഡിൽ ടിപ്പർ ലോറി ശരീരത്തിലൂടെ കയറിയിറങ്ങി യുവതി മരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഫലമുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 100% ജയിക്കും. BJP അക്കൗണ്ട് തുറക്കുമെന്നും BJP നേതൃയോഗത്തിന് ശേഷം കെ സുരേന്ദ്രൻ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, ഭാരതീയ ജനതാ പാർട്ടിക്ക് മേൽക്കൈയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ വരുന്നു എന്നുള്ള കൃത്യമായ സൂചന ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അല്ല, ഞങ്ങൾ നല്ല സംഖ്യയിൽ ഇത്തവണ ജയിക്കും. ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ സീറ്റുകളിലും വിജയപ്രതീക്ഷയുണ്ട്. നല്ല മുന്നേറ്റം നടത്താൻ സാധിക്കും. ഉറച്ച മണ്ഡലങ്ങളായിട്ട് ഏതാനും മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കും. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 100% വിജയിക്കും. പിന്നെന്താണ്, തരൂർ തോറ്റ് തുന്നമ്പാടും ഈ തിരഞ്ഞെടുപ്പ്.
പി കെ കൃഷ്ണദാസ് വിഭാഗം നേതൃയോഗം ബഹിഷ്കരിച്ചുവെന്ന വാർത്ത കെ സുരേന്ദ്രൻ തള്ളി. മാധ്യമങ്ങൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം നേതാക്കൾ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു വിഷയത്തിൽ കേരള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുടെ പ്രതികരണം. അങ്ങനെ പറഞ്ഞോ? കൃഷ്ണദാസ് നിങ്ങളോട് പറഞ്ഞോ ബഹിഷ്കരിച്ചാണെന്ന്? അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ബഹിഷ്കരിച്ചോ എന്ന് കൃഷ്ണദാസോ MT രമേശോ രാധാകൃഷ്ണനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ജോലിയാണ്. ഈ അനാവശ്യ വാർത്തകൾ നിങ്ങൾ കൊടുക്കരുത്. അവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? നിങ്ങളുടെ ഓഫ് റെക്കോർഡെങ്കിലും പറഞ്ഞോ? എന്തിനാണ് നിങ്ങൾ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്? എന്തുകൊണ്ട് വരുന്ന എല്ലാ മീറ്റിങ്ങിനും ആള് വരുമോ? വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ക്ഷുഭിതനായാണല്ലോ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ എത്രത്തോളം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP? പ്രവിധ വലിയ പ്രതീക്ഷ. കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാകുക എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. മോദിയുടെ വികസന നേട്ടങ്ങൾക്ക് കേരളം ഒന്നാകെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരു മുന്നണികളുടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അത് ജനം തള്ളിക്കളഞ്ഞു. വിജയപ്രതീക്ഷയുണ്ട്. BJP ഇത്തവണ അക്കൗണ്ട് തുറക്കും. അതുപോലെ BJP പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സീറ്റുകളിലൊക്കെ വിജയിക്കും. അത് നല്ല ശതമാനത്തിൽ വിജയിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നുണപ്രചാരണങ്ങളുടെ പെരുമഴ തന്നെ BJPക്കെതിരെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഈ എതിർ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും അത്തരം പ്രചരണങ്ങളെല്ലാം നടത്തിയെങ്കിലും അതെല്ലാം ജനം തള്ളിക്കളയുന്ന വിധിയാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. നല്ല സംഖ്യയിൽ ജയിക്കും. നല്ല മുന്നേറ്റം BJPക്ക് ഉണ്ടാകും. കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും. അത് ദേശീയ തലത്തിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം അത് 100% എന്നാണ് അദ്ദേഹം പറയുന്നത്. ശശി തരൂർ തോറ്റു, തുന്നമ്പാടും എന്ന് പറയുന്നു. വോട്ട് ശതമാനം വർദ്ധിക്കും എന്നൊക്കെ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമുണ്ട്. അതായത് എത്ര സീറ്റിൽ കൃത്യമായി BJP വിജയിക്കും, വിജയപ്രതീക്ഷ എത്ര സീറ്റിലൊക്കെയാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് അദ്ദേഹം കൃത്യമായ എണ്ണം പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. BJP വിജയപ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സീറ്റുകളിൽ ഒക്കെ വിജയിക്കും. 20 സീറ്റിലും വിജയപ്രതീക്ഷ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ വാദത്തെ തള്ളി പ്രകാശ് ജാവ്ദേക്കർ രംഗത്തെത്തിയതും അതേ വാർത്താ സമ്മേളനത്തിലായിരുന്നു. പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് കോൺഗ്രസ് CPM പ്രവർത്തകർ ഒന്നാകെ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ BJP കൂടുതൽ MPമാർ ഇത്തവണ ഉണ്ടാകും. 400-ലധികം സീറ്റുകളിൽ NDA വിജയിക്കും. ജൂൺ 4-ന് തന്നെ മാധ്യമങ്ങൾക്ക് പോലും അത് എഴുതേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ചുരുങ്ങിയത് 5 സീറ്റിൽ കേരളത്തിൽ വിജയിക്കും എന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. അതായത് ഒരു സംഖ്യ കൃത്യമായി പറയാതെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കടന്നു പോകവെയാണ് പ്രകാശ് ജാവ്ദേക്കർ അത് തിരുത്തി 5 സീറ്റുകളിൽ ചുരുങ്ങിയത് BJP വിജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നൊക്കെ അദ്ദേഹം ഒളിച്ചോടി. അതുമാത്രമല്ല, ഇന്നത്തെ ഈ അവലോകന യോഗത്തിൽ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അവലോകന യോഗത്തിൽ PK കൃഷ്ണദാസ്, MT രമേശ്, AN രാധാകൃഷ്ണൻ അടക്കം പങ്കെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹത്തോട് ചോദിക്കവേ കെ സുരേന്ദ്രൻ ക്ഷുഭിതനാകുകയായിരുന്നു. അത് മാത്രമല്ല, കൃത്യമായ മറുപടി ഒന്നിലും അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എത്ര സീറ്റുകളുടെ കാര്യത്തിലാകട്ടെ, അതല്ല എങ്കിൽ P രഘുനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് P രഘുനാഥ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്, അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ അതിലൊന്നും കൃത്യമായ മറുപടി കെ സുരേന്ദ്രൻ നൽകിയില്ല. പകരം അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ നുണ പ്രചരിപ്പിക്കുകയാണ്, കള്ളം പ്രചരിപ്പിക്കുകയാണ്, അതിൽ നിന്ന് മാധ്യമങ്ങൾ ഒഴിഞ്ഞു മാറണം എന്നാണ് അദ്ദേഹം പറയുന്നത്. PK കൃഷ്ണദാസ് ബഹിഷ്കരിച്ചു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അത് മാത്രമല്ല, പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയത് ഈ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന കാര്യം ഈ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാ യോഗങ്ങൾക്കും നേതാക്കൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രചാരണ രംഗത്ത് ഈ നേതാക്കൾ മുഴുവൻ സജീവമായിരുന്നു എന്നും പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും BJPയുടെ നേതൃയോഗം, അതായത് സംസ്ഥാന ഭാരവാഹി യോഗം പുരോഗമിക്കുന്നുണ്ട്. അതിന് പിന്നാലെ BJPയുടെ കോർ കമ്മിറ്റി യോഗവും തിരുവനന്തപുരത്ത് ചേരും. ഇതിനു പിന്നാലെ തിരുവനന്തപുരത്ത് 100% വിജയസാധ്യതയാണ് BJP കൽപ്പിക്കുന്നത്. വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് തള്ളി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ട്. സംഭവത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഈ ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിയത് ഡോക്ടർമാർക്ക് വീഴ്ചയില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ തന്നെയല്ലേ? പ്രവിധ പ്രസവാനന്തര ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ 28-ന് 31-കാരിയായ അമ്പലപ്പുഴ സ്വദേശിനി ഷിബിന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. അവിടെ നിലവിൽ ന്യൂനപക്ഷ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു. മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് സമർപ്പിച്ച റിപ്പോർട്ടാണ് ന്യൂനപക്ഷ കമ്മീഷൻ ഇന്ന് തള്ളിയത്. ഇന്ന് ആലപ്പുഴയിൽ നടത്തിയ സിറ്റിംഗിലാണ് ഈ റിപ്പോർട്ട് പരിഗണിച്ചത്. റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും വിശദമായ റിപ്പോർട്ട് അടുത്ത സിറ്റിംഗിന് മുമ്പ് നൽകണമെന്നും കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം, അതായത് 1 മാസത്തോളം കാലയളവിൽ ഷിബിന ചികിത്സയിലായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഗൈനക്കോളജി
സർജറി വിഭാഗത്തിലുള്ള 4 ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നോ മറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇവരുടെ ഒരു അശ്രദ്ധയല്ല മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയസ്തംഭനം ആണ് മരണകാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടാണ്, ആഭ്യന്തര റിപ്പോർട്ടാണ് ന്യൂനപക്ഷ കമ്മീഷൻ തള്ളിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിനെപ്പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ റിപ്പോർട്ട് വേണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിനും ജില്ലാ പോലീസ് മേധാവിക്ക് കൂടി നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് മാത്രമല്ല, ശരിയായ ഫോർമാറ്റിൽ പോലുമല്ല നൽകിയിട്ടുള്ളത്. ഇത് പരിഹരിച്ച് കൂടുതൽ വിശദമായ റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ഈ പ്രസവത്തിന് ശേഷം വലിയ രീതിയിൽ അണുബാധ ഉണ്ടായതിനെ തുടർന്നാണ് ഷിബിന ആശുപത്രിയിൽ എത്തിയത്. പക്ഷെ ആശുപത്രി അധികൃതരുടെ വിശദീകരണം മുൻപ് തന്നെ, അതായത് പ്രസവത്തിന് മുൻപേ തന്നെ ഷിബിനയ്ക്ക് രക്തത്തിൽ അണുബാധ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പ്രസവ സമയത്ത് നടത്തിയ പരിശോധനകളിൽ ഈ അണുബാധയെ സംബന്ധിച്ച് ഡോക്ടർമാർ പരിശോധിച്ചില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ല? പിന്നെ മരണത്തിന് ശേഷം എന്തിനു വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ വിശദീകരിക്കുന്നു എന്ന വാദം. ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തള്ളിയിരിക്കുകയാണ്. വിവരങ്ങളാണ് മനീഷ് മഹിബാൽ നൽകിയത്. പരസ്യങ്ങളുടെ ഭാഗമാകുന്ന ചലച്ചിത്ര താരങ്ങൾക്ക് സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ്. പരസ്യങ്ങളിലെ പ്രസ്താവനകളുടെ ഉത്തരവാദിത്തം നടീനടന്മാർക്കുണ്ടാകും. താരങ്ങളും പരസ്യ കമ്പനികളും ഏജൻസികളും പരസ്യം വസ്തുതാപരമാണെന്ന് ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഏത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഇത്തരം നിർദ്ദേശം പുറത്തുവരുന്നത്? പതഞ്ജലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വാദങ്ങൾ കേൾക്കുകയായിരുന്നു സുപ്രീം കോടതി. ആ ഘട്ടത്തിലാണ് ഈ താരങ്ങൾ അടക്കമുള്ളവർ നടത്തുന്ന പരസ്യ പ്രചരണങ്ങൾക്ക് എതിരെ കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പരസ്യങ്ങൾ താരങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് അതിനെ ഉപയോഗിക്കേണ്ടി വരുന്ന രീതിയിൽ ജനങ്ങൾ എത്തുന്നുണ്ട്. ഇത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വിപണി സൃഷ്ടിക്കുന്നതിന് കാരണമാണ്. ഇതിന് ഉത്തരവാദികൾ എന്നത് താരങ്ങളാണ്. ഒരു വസ്തുവിനെ സംബന്ധിച്ച പരസ്യത്തിന്റെ ഭാഗമാകുമ്പോൾ അഥവാ പ്രസ്താവന നടത്തുമ്പോൾ അത് ശരിയാണ് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ഈ പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന താരങ്ങൾക്ക് അടക്കമുള്ളവർക്ക് ബാധ്യതയുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. താരങ്ങൾക്ക് മാത്രമല്ല, പരസ്യ കമ്പനികൾക്കും പരസ്യം ഇപ്പൊ ഏജൻസികൾക്കും ഈ ബാധ്യതയുടെ ഭാഗമായിട്ട് അവരും ഉണ്ടാകും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ തെളിഞ്ഞാൽ ഈ ബാധ്യത ഇങ്ങനെയുള്ളവരെല്ലാവരും ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടി വരുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കൈനഗിരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ ഇറങ്ങി ഓടി. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, എപ്പോഴായിരുന്നു ഈ അപകടം? അതിനു മുൻപ് ഈ അപകടത്തിൽ പെട്ടയാളുടെ പ്രതികരണത്തിലേക്ക്. മങ്കമ്പ് SBIയുടെ ATMന്റെ കൗണ്ടറിന്റെ എതിർവശത്തായിട്ട് പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ പുകയുണ്ടാകുകയും തുടർന്നുള്ള പുറകെ വരുന്ന വണ്ടിക്കാർ എന്നെ അത് കാണിച്ചു തരികയും ഞാൻ ചാടി ഇറങ്ങുകയും ചെയ്തു. അടുത്തുള്ള വർക്ക്ഷോപ്പുകാരും മറ്റ് എല്ലാവരും വന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അങ്ങ് പെട്ടെന്ന് കാളി കത്തുകയായിരുന്നു. പിന്നീട് നാട്ടുകാരും പുറകെ വന്ന വണ്ടിക്കാരും എതിരെ വന്ന വണ്ടിക്കാരും പുറകെ വന്ന വണ്ടിക്കാരും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടിക്കൊണ്ടാണ് പോലീസുകാരെ വിളിച്ചു വരുത്തി. പോലീസുകാർ ഫയർഫോഴ്സിനെ ചങ്ങനാശ്ശേരിയിൽ നിന്നും യൂണിറ്റിനെ കൊണ്ടുവന്ന് ആലപ്പുഴയിൽ നിന്ന് യൂണിറ്റ് കൊണ്ടുവന്ന് അങ്ങനെ 3 യൂണിറ്റ് കൊണ്ടുവന്നാണ് വണ്ടി തീ അണക്കിയത്. വണ്ടി ഇപ്പോൾ ഭാഗ്യമായിട്ടെല്ലാം മുഴുവനും പൂർണ്ണമായിട്ട് കത്തി നശിച്ചു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, തലനാരിഴയ്ക്ക് അപകടം ഒഴിവായി എന്ന് വേണമല്ലോ പറയാൻ. വിവരങ്ങൾ. പ്രവിത, ഇന്ന് വൈകിട്ട് 3:30 മങ്കൊമ്പ് CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് AC റോഡിൽ മങ്കൊമ്പിലാണ് ഈ കാറിന് വെച്ചാണ് തീ പിടിക്കുന്നത്. അവിടെ വെച്ച് തന്നെ ഈ ഡ്രൈവർക്ക് ഇറങ്ങാൻ സാധിച്ചത്, തീ പടരുന്ന സമയത്ത് തന്നെ ഇറങ്ങാൻ സാധിച്ചത് കൊണ്ട് ഡ്രൈവർ രക്ഷപ്പെട്ടു എന്ന് പറയാം നമുക്ക്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട നെടുമുടിയിൽ നിന്നും മങ്കൊമ്പിലേക്ക് പോയി തിരികെ വരുമ്പോഴായിരുന്നു ഈ അപകടം. അതായത് കാറിന്റെ മുൻഭാഗത്തു നിന്നും പുക വരുന്നത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിലെ ആളുകൾ പറഞ്ഞതിനെ തുടർന്നാണ്, ആളിപ്പെട്ടിരുന്നത് വിവരം പറഞ്ഞതിനെ തുടർന്നാണ് ഇദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി ഓടി മാറിയത്. ഉടൻ തന്നെ സമീപത്തെ ബൈക്ക് വർക്ക്ഷോപ്പിലെ ജീവനക്കാർ എത്തി തീ അണയ്ക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ആലപ്പുഴയിൽ നിന്നും പിന്നീട് ചങ്ങനാശ്ശേരിയിൽ നിന്നും അഗ്നിരക്ഷാ സേന പ്രവർത്തകർ എത്തിയാണ്
തീ അണച്ചത്. പക്ഷേ തീ അണച്ചെങ്കിലും കാർ പൂർണ്ണമായും കത്തി നശിച്ചു. 2007 രജിസ്ട്രേഷനുള്ള മാരുതി 800 കാറാണ് കത്തി നശിച്ചത്. പ്രവിധ. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. മൂന്നാം ഘട്ടം ബൂത്തിൽ ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. രാജ്യത്ത് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 50.07% ഇതുവരെ രേഖപ്പെടുത്തിയത്. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, വീറും വാശിയുമേറിയ പോരാട്ടമാണ് ഈ മൂന്നാം ഘട്ടത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടെ ഇന്നിപ്പോൾ ജനവിധി തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് നിലവിലെ സ്ഥിതിഗതി? ഈ ശക്തമായിട്ടുള്ള പോളിംഗ് ആണ് മുൻഘട്ടങ്ങളെ അപേക്ഷിച്ച് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 3 മണി വരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 50% പേർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭേദപ്പെട്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറയാൻ കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സമ്മതിദാനം വിനിയോഗിച്ചത് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രി അമിത്ഷയോടുകൂടി എത്തിയാണ് ആ സമ്മതിദാനം വിനിയോഗിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ നടുവിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നു വന്നത്. തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി രാജ്യം 283 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന വിധത്തിലേക്ക് എത്തുകയാണ്. ഇനിയുള്ള 4 ഘട്ടങ്ങളാണ് ഇനി ശേഷിക്കുന്നത്. അതിൽ അവസാന ഘട്ടത്തിന്റെ വിജ്ഞാപനവും ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിട്ടിട്ടുണ്ട്, വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം 5 മണി വരെയുള്ള പോളിംഗ് പെർസെന്റേജിനെ സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകും. മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം വേണമെന്ന പ്രസ്താവന തിരുത്തി RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ്. സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലെന്ന വിശദീകരണം. മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ലാലു മുസ്ലിം സംവരണത്തെ പിന്തുണച്ചുള്ള പരാമർശം നടത്തിയത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേർന്നു. നിതിൻ, ഏത് സാഹചര്യത്തിലാണ് ലാലു തന്റെ നിലപാട് മാറ്റിയത്? പ്രവിധ, സംവരണ ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾ കൂടി ലഭ്യമാക്കണമെന്നും ഭരണഘടനയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ ആദ്യ പ്രസ്താവന. ഇത് പ്രധാനമന്ത്രി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലടക്കം ഇത് ചർച്ചയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന തിരുത്തിക്കൊണ്ട് ലാലു പ്രസാദ് യാദവ് രംഗത്ത് വന്നിരിക്കുന്നത്. സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ് വിശദീകരണം. അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് സംവരണം നടപ്പാക്കേണ്ടതെന്നാണ് ലാലു പ്രസാദ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രസ്താവന പ്രധാനമന്ത്രി ഇന്ന് റാലിയിൽ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും സംവരണ വിഷയം ഉയർത്തിക്കാട്ടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രചരണം. വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.